പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഥകളിയെ കുറിച്ചിട്ട്, കഥകളിക്ക് ഉപയോഗിക്കുന്ന ഈ ചായങ്ങളും അതുപോലെ ഈ മേക്കപ്പും ഇതിനെക്കുറിച്ചിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നമുക്ക് വിഘ്നേഷ് ജി ഉണ്ട് കൂടെ. വിഘ്നേഷ് ജി എവിടെ നിന്നാണ് ഈ കഥകളി അഭ്യസിച്ചത്? കലാമണ്ഡലം, കേരള കലാമണ്ഡലം. അപ്പോൾ കലാമണ്ഡലം വിഘ്നേഷ് എന്ന് വിളിക്കുന്നതായിരിക്കും ശരി. ഈ ചായങ്ങളൊക്കെ ഉണ്ടല്ലോ മേക്കപ്പിന് ഉപയോഗിക്കുന്നു, ഇപ്പോൾ ഇത് മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ചായങ്ങളൊക്കെ ശരിക്കും കെമിക്കൽസ് ഈ മുഖത്തൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരില്ലേ? ഇല്ല, കെമിക്കൽസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് മനയോല കല്ല് പറഞ്ഞത്, ഇതൊരു സ്റ്റോണാണ്. ഇത് പൊടിച്ച് തരി ഇല്ലാണ്ട് പൊടിച്ചിട്ട് അതിൽ എണ്ണ മിക്സ് ചെയ്തിട്ടാണ് അത് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അതിൽ ഇതന്നേരം ഒരു മഞ്ഞ കളറാവും. അതാണ് ഇതാ ഈ കളർ കിട്ടും. അതിൽ ശരിക്കും മഞ്ഞ കളറാണ്, കറക്റ്റ് മഞ്ഞ കളറായിട്ട് കിട്ടുന്നുണ്ട്. ശരിയാ. അതിൽ പിന്നെ നീലെന്ന് പറഞ്ഞിട്ട്, കട്ട നീലെന്ന് പറഞ്ഞിട്ടൊരു ഇത് കട്ട നീലം ചേർക്കും. അപ്പോഴാണ് ഈ പച്ച കളർ. ഈ സ്റ്റോണിൻ്റെ പേരെന്താണ് പറഞ്ഞത്? ഇത് മനയോല. ഇതോ? ഇത് നീലം, കട്ട നീലം. ഓക്കെ. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള. ഓക്കെ. അപ്പോൾ ഈ ഇത് അരച്ച് ഇതുപോലെ മേക്കപ്പ് ഇടാനൊക്കെ ഒരുപാട് സമയം പിടിക്കും. എത്ര സമയം ഏകദേശം എടുക്കുന്നുണ്ട്? ഏകദേശം ഇപ്പോൾ ഈ ചുട്ടി കുത്തുന്ന വരെയുള്ള നമ്മുടെ മേക്കപ്പ്, അതായത് നാമം, കണ്ണ്, പുരുകം, വളയം, അതുവരെ ഒരു മണിക്കൂറോളം സമയം പിടിക്കും. ചുട്ടി ഓരോ വേഷത്തിനനുസരിച്ചാണ് സമയം. ചുട്ടി എന്ന് പറയുന്നത് അതെ, ഈ വൈറ്റ് സംഭവം. ഓക്കെ. ഈ ചുട്ടി എന്ന് പറയുന്നത് വൈറ്റ് സാധനമല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? അത് മുമ്പ് അരിമാവ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അത് അതിന് പകരം പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ബേസ് അരിമാവ് തന്നെയാണ്. അരിമാവ് ചുണ്ണാമ്പ് മിക്സ്ഡ് ആയിട്ട് അതിൽ പേപ്പറാണത്, ചാർട്ട് പേപ്പറാണ്. അപ്പോൾ ഇപ്പോൾ 2 കല്ലാണല്ലോ എനിക്ക് കാണിച്ചത്. ഈ പിങ്ക് ഷെയ്ഡൊക്കെ വരുന്നതോ? ഇതിൽ റെഡ് ഓക്സൈഡ് ചേർക്കുകയാണ്. മുമ്പ് ചായല്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ചോപ്പ് ചായല്യ കല്ലായിരുന്നു. അതിൻ്റെ ലഭ്യത കുറവ് കൊണ്ട് നമ്മളതിൽ റെഡ് ഓക്സൈഡ് ചേർത്തിട്ടാണ് ഈ കളർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേഷങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? സാധാരണ ഏതൊക്കെ വേഷങ്ങളാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക് പറയും. മിനുക്കിനാവുമ്പം ഇത് എണ്ണ ഉപയോഗിക്കില്ല, വെള്ളത്തിലാണ്. ഈ മനോലക്കല്ല് വെള്ളത്തിൽ ചാലിച്ചിട്ട് മുഖത്ത് വെച്ചിട്ടാണ്. ഓക്കെ. ഇതിലിപ്പോൾ കൃഷ്ണൻ്റെ കിരീടം, അതുമാതിരി രാമൻ്റെ കിരീടം, അങ്ങനെ ഓരോ കിരീടങ്ങളുണ്ടല്ലോ. ആ കിരീടങ്ങളെ കുറിച്ചിട്ടൊന്ന്. കൃഷ്ണന് നമ്മൾ കിരീടം എന്നല്ല പറയുക, കൃഷ്ണമുടി എന്നാണ് പറയുക. അപ്പം കിരീടം വരുന്നത് പച്ചവേഷങ്ങൾക്കും കത്തിവേഷങ്ങൾക്കൊക്കെയാണ് കിരീടം, കേശഭാരം. അത് ചുവന്ന താടി വേഷങ്ങളാകുമ്പം അത് കുറ്റിച്ചാമരം എന്ന് പറയും. ഹനുമാന്റെ വേഷങ്ങൾക്ക് വട്ടമുടി എന്നും, കാട്ടാളിന് കരിമുടി എന്നും, അങ്ങനെ ഓരോ പേരുകളിലാണ്. ഇതിൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ കഥകളി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കഥകളിക്ക് വേണ്ടത്ര ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ല. ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ പിന്നെ കമേഴ്ഷ്യൽ വൽക്കരിക്കുന്ന കഥകളികൾ, ഒരു പക്ഷേ അവർ കഥകളി പഠിക്കാത്തവർ പോലും കയറി വേഷം വിട്ട്, അതും ഒറിജിനൽ വേഷമായിരിക്കണം എന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ്? അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ പുറത്ത് തന്നെ ഇപ്പോൾ പല പ്രോഗ്രാമുകളിലും കാണാം കഥകളി എന്ന് പറഞ്ഞിട്ട് അതിനെ തരം താഴ്ത്തുന്ന രീതിയിൽ ഒരുപാട് ഇതുണ്ട്. ഇപ്പം നമ്മൾ പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവർ കുറച്ച് പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഒന്നും പഠിക്കേണ്ട, ഈ യൂട്യൂബിൻ്റെ സഹായത്തിലോ അങ്ങനെയൊക്കെ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. ഇതിനെ ഈ കലാരൂപത്തെ അപമാനിക്കുന്ന തരത്തിൽ തന്നെ അങ്ങനെ ഒരു അപമാനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് അതിന് ഒരു, ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കലയ്ക്കും ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മ, അങ്ങനെ ഒരു കൂട്ടായ്മ കഥകളിക്കില്ല? കഥകളിക്ക് ഉണ്ട്, പക്ഷെ അതിനെയൊക്കെ പ്രതികരിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ കമേഴ്ഷ്യലായിട്ട് ഈ കഥകളി വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അവർ ഇങ്ങനെ, കാരണം പുറത്തുള്ള ആൾക്കാർക്ക് കഥകളിയെ കുറിച്ചിട്ട് ഡീപ്പ് നോളജ് ഇല്ല. അപ്പോൾ ആ ഒരു നോളജ് ഇല്ലായ്മ അവർ ചൂഷണം ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഈ പ്രൊഫഷണലിനെ ഭയങ്കര സാരമായിട്ട് ബാധിക്കുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും? അതിന് പ്രോഗ്രാമുകളിലൂടെ ഇതിനെ കൂടുതൽ സമീപിക്കുക എന്നുള്ളതിലൂടെ തന്നെ പറ്റുള്ളൂ. ഇതൊരു പുരാതന കലയാണല്ലോ. അതെ. ഈ പുരാതന കല
ഇത് എന്തിൽ നിന്ന് ഉത്ഭവിച്ചത്? അതായത് മൂന്നാല് ഞാൻ ചിലയിടത്ത് വായിച്ചിട്ടുണ്ട്, കഥകളി എന്ന് പറയുന്നത് ഒരു കഥ പറഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു ആട്ടമാണ് കഥകളി. അപ്പോൾ ഇത് എന്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? ഇത് ആദ്യകാലത്ത് രാമനാട്ടം ആ എന്നായിരുന്നു ആ ഇതിൻ്റെ. പിന്നീട് ഒരുപാട് പരിഷ്കാരങ്ങൾക്കും വിധേയമായിട്ടാണ് അത് ഇന്ന് കാണുന്ന കഥകളിയിലേക്ക് എത്തിത്തീർന്നത്. ആ അതിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കൃഷ്ണനാട്ടം ആ ആദ്യം ഉണ്ടായത് ആ ഗുരുവായൂർ മാത്രമാണ് ഇപ്പോൾ അത് ചെയ്തു വരുന്നത്. അപ്പം ഈ കൊട്ടാരക്കര തമ്പുരാൻ അത് കാണാൻ ആഗ്രഹിച്ചിട്ട് അവരെ സമീപിക്കുക. അപ്പോൾ അത് അവിടെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ തെക്കുള്ള ആൾക്കാർക്ക് അത് സംസ്കൃതം, ഇത് കൃഷ്ണനാട്ടം കൂടുതൽ സംസ്കൃതമാണ്, അപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ള ഇതുകൊണ്ട് അതങ്ങോട്ട് അയക്കില്ല എന്ന് പറയും. അപ്പം അതിനൊരു പകരമായിട്ട് വന്ന കലാരൂപമാണ് രാമനാട്ടം. ആ ആ അത് പിന്നീട് ഒരുപാട് പരിഷ്കാരങ്ങളോടുകൂടി അത് ഇന്ന് കാണുന്ന കഥകളി പൂർണ്ണ ഇതിലേക്ക് എത്തിച്ചേരുകയുണ്ടായത്. ഈ കഥകളിയുടെ വേഷമുണ്ടല്ലോ, കിരീടത്തിനും അതുമാതിരി ഡ്രസ്സിങ്ങും ശരീരത്തിൽ അണിയുന്ന വസ്ത്രത്തിനൊക്കെ കൂടിയിട്ട് ഏകദേശം എത്ര ഭാരം കാണും? ഭാരം എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് വെയിറ്റ് ഉണ്ട്. ഒരു 10-25-30 കിലോയോളം വരും. 25-30 കിലോ വരും. അപ്പൊ ഈ ഓരോ കിരീടങ്ങൾക്ക് ഓരോ വെയിറ്റ് ആണ്. ഈ താടി വേഷങ്ങളുടെ കിരീടങ്ങൾക്ക് വെയിറ്റ് കൂടുതലുണ്ടാവും. ഉടുത്തുകെട്ടും ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും. സ്ത്രീ വേഷങ്ങൾക്ക് കുറവായിരിക്കും. ഉടുത്തുകെട്ടും അതിൻ്റെ ആഹാരമൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ഇതിന് ഈ ഇപ്പോൾ കുറേ നേരം, ഏകദേശം ഒരു 4 മണിക്കൂറോളം ഇതിൻ്റെ ഡ്രസ്സിങ്ങിന് തന്നെ ഡ്രസ്സിങ്ങിനല്ല, മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാം കൂടിയിട്ട് പോകുമ്പോൾ ഏകദേശം 1 മണിക്കൂർ മേക്കപ്പിന് മാത്രം പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മുഖത്തെ ചുട്ടി കുത്തുന്ന അതിനും സമയം എടുക്കുന്നുണ്ട്. പിന്നെ കിരീടം വയ്ക്കുന്നത്, ഡ്രസ്സ് എല്ലാം കൂടിയിട്ട് ഒരു വലിയൊരു സമയം. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾക്ക് മറ്റൊരു കാര്യത്തിലേക്ക് തിരിയാൻ പറ്റില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രത്യേക നിങ്ങൾ ശരീരം ഇതുപോലെ ഫിറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല, അത് നമ്മൾ അങ്ങനെ ഫിറ്റാക്കി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ അങ്ങനെയാണ് ഇതിനെ ശീലിപ്പിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലാസ്സുകളായാലും അങ്ങനെ സാധകം അങ്ങനെയൊക്കെ പല കാര്യത്തിൽ നമ്മളെ ശീലിപ്പിക്കുന്നത് തന്നെ അങ്ങനെയാണ്. പിന്നെ ഇതിന് തയ്യാറാവുന്നതിന് മുന്നേ നമ്മൾ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് എടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ ഈ വേഷം ഉടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിയുന്ന വരെ വെള്ളം ചില വേഷങ്ങൾക്ക് മാത്രം വെള്ളം കുടിക്കാം, ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല, ബാത്റൂമിൽ പോകാനും ഒക്കെ. അപ്പോൾ അത് നമ്മുടെ ആ പഠിക്കുന്ന കാലം പോലെയുള്ള ശീലം കൊണ്ട് അത് അതിനെ കൺട്രോൾ ചെയ്യുന്നു. ഒരു വലിയ സാധകം തന്നെയാണ്. അപ്പോൾ ആ സാധകം ചെയ്ത് ഇതിലേക്ക് എത്തിപ്പെടുമ്പോൾ ഇതിനെ പ്രോപ്പറായിട്ട് മേൽമ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. ഏതൊക്കെ വേഷങ്ങൾ ചെയ്യാറുണ്ട്? ഞാനിപ്പോൾ കൂടുതലായിട്ടും പച്ചവേഷം, സ്ത്രീ വേഷമാണ്. അതെ. ഏതൊക്കെ കഥകളിലാണ്? അങ്ങനെയല്ല, എല്ലാ കഥകളിലും ചെറിയ വേഷങ്ങളായാലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇന്ന് കീചകവധം കഥയാണ്. അതിൻ്റെ ഒരു കീചകവധം എന്ന് പറയുമ്പോൾ എന്താണത്? അത് പഞ്ചപാണ്ഡവന്മാർ ഈ ചൂതുകളിയിൽ തോറ്റ് വനവാസകാലം കഴിഞ്ഞ് അവർ വേഷപ്രച്ഛന്നരായിട്ട് വിരാട രാജ്യത്ത് വസിക്കുന്ന സമയത്തുള്ള കഥയാണ്. ചില കഥാപാത്രങ്ങൾ പറയുന്നത് കീചകൻ, ഇന്നത്തെ കഥയിൽ കീചകൻ, സൈരന്ധ്രി, സുദേഷ്ണ, വലലൻ, അങ്ങനെ 4 കഥാപാത്രങ്ങളാണ് ഇന്നത്തെ സ്റ്റോറിയിൽ. ഏതായാലും ഇത്രയും നേരം ഇതിൻ്റെ ചായയും കാര്യങ്ങളും കഥകളിയുടെ വേഷത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. തിരക്കാണെന്നറിയാം, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ നമ്മൾ ഇതിനെക്കുറിച്ച് തുടരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.